ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൗണ്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൃഷികൾ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്ത് അങ്ങനെ വന്ന് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. അതുപോലെ തന്നെ കൃഷി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കെന്തോ കൃഷി ചെയ്യാതിരുന്നിട്ട് ഭയങ്കര മനസ്സിനും ഒരു അസ്വസ്ഥത, ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വയ്യാഴികൾ ഒരുപാടുണ്ടെന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡിൽ കുറേ സ്ഥലമുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ചീര അങ്ങനെയൊക്കെ നട്ടത്. അപ്പോൾ അതൊന്ന് കൊത്തി ഇളക്കി മണ്ണൊക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി കുറച്ച് സംഭവങ്ങൾ നട്ടിട്ടുണ്ട്. കുറച്ച് കാന്താരികളുണ്ട്. ഇനി ഇത് മുളകൊക്കെ ഒന്ന് കായ്ച്ച് വരുമ്പോൾ കറക്റ്റ് അറിയുള്ളൂ കേട്ടോ. ഒരു കോവല് നട്ടു. പിന്നെ ഇവിടെ കുറച്ച് തക്കാളിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം മുളക് തൈകളാണ്. ഇനി ഇത് കായ്ച്ച് വന്നാൽ മാത്രമേ എന്ത് മുളകുകളാണെന്ന് അത്ര മനസ്സിലാവുള്ളൂ. അതെല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്. അത് വളരുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. ഇപ്പോൾ കുറേ നാളങ്ങനെ പച്ചക്കറി കൃഷിയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടായിരിക്കും എനിക്ക് വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു മനസ്സിന് ഭയങ്കര ഒരു അസ്വസ്ഥത. മുറ്റത്ത് നോക്കുമ്പോഴായാലും ഒന്നും കളയ്ക്കാനും പറ്റുന്നില്ല, ചെയ്യാനും പറ്റുന്നില്ല, സമയവും കിട്ടുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് അതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാടൊന്നും ഞാൻ ചെയ്തില്ല. എൻ്റെ ആവശ്യത്തിനും എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് മാത്രം കുറച്ച് നട്ടതേ ഉള്ളൂ. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ മുറ്റത്തിൻ്റെ സൈഡിലും മുറ്റത്തോട് ചേർന്നുള്ള കുറച്ച് സ്ഥലത്തുമായിട്ടാണ് നട്ടിരിക്കുന്നത്. വെള്ളം ഒഴിക്കാനാണെങ്കിൽ ദൂരെയൊന്നും പോകില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് തക്കാളികൾ തന്നെ കിളിർത്ത് വന്നതാണ്. അതുകൊണ്ട് കാപിടിക്കുമെന്ന് അറിയില്ല, നോക്കാം. അവർ ഞാൻ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് സ്നോ വൈറ്റ് കുക്കുംബർ നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളക് തൈ ഈ സൈഡിൽ കൂടെ നട്ട് കൊടുക്കുന്നത്. ഈ അകത്ത് ബെഡിൽ നിൽക്കുന്ന സ്നോ വൈറ്റ് കുക്കുംബർ. പിന്നെ ഈ വല ഇങ്ങനെ ഞാൻ കെട്ടി കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പൂച്ചയും പട്ടിയുടെയും ശല്യം കാരണമാണ്. മുറ്റത്താണല്ലോ ഇത് നട്ടിരിക്കുന്നത്. അപ്പം അതുങ്ങൾ കയറി കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തൈകൾ ഒടിഞ്ഞു പോകുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ നെറ്റ് വലിച്ച് കെട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് പച്ചപ്പാവലുണ്ട്. പിന്നെ നമ്മുടെ വാളരിപ്പയറില്ലേ, അതും 1-2 തൈ നട്ട് കൊടുത്തിട്ടുണ്ട്. അതിവിടെ ഒരു മരം ഞാറയ്ക്കായ ഉണ്ടാകുന്ന മരം നിൽപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് പടർത്തി കൊടുക്കാമെന്നാണ് വരുന്നത്. അവിടെ ഒരു ചെമ്പരത്തി നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ തന്നെ പടർത്തി കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇതിൻ്റെ ഓരത്തായിട്ട് ഞാൻ നട്ടത്. അങ്ങനെ തൈയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ആണ് വാളരിപ്പയറിൻ്റെ തൈ. പിന്നെ ഇത് കുറച്ച് വെള്ളക്കാന്താരിയാണ്. ഞാനിതിൽ കുറച്ച് ചോളം വിത്ത് നട്ടിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, കിട്ടുമോ എലി കൊണ്ടുപോകുമെന്ന് അറിയില്ല. കുക്കുംബറിൻ്റെ അടുത്തായിട്ട് ഞാൻ കുറച്ച് ചോളമാണ് നട്ടത്. പിന്നെ നമ്മുടെ ഹെസൂർ ബീൻസാണ് നട്ടിരിക്കുന്നത്. രാവിലെ ഞാൻ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തപ്പോൾ എല്ലാവരും ചാഞ്ഞ് കിടക്കുന്നതാണ്. ഇനി അത് വള്ളി വീശി വരാറായി. അതിന് പന്തലിട്ട് കൊടുക്കണം. അധികം ആയില്ല കേട്ടോ. എല്ലാവരും ഒരാഴ്ചയ്ക്കുള്ളിൽ സെറ്റാക്കിയ ഒരു സംഭവങ്ങളാണ്. 1-2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയും ചെയ്തത്. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പില തൈയാണ്. ഈ നിൽക്കുന്ന 2 കറിവേപ്പില തൈയും കുരുവിട്ട് നട്ടതാണ്. പിന്നെ അതിൻ്റെ അടുത്തുകൂടെ നിൽക്കുന്ന ചെറിയ തൈകളെല്ലാം തൈകൾ തന്നെ നട്ടതാണ്. ഹെസൂർ ബീൻസ് ഞാൻ മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ബെഡിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. മുറ്റത്തോട് ചേർന്നത് കുറച്ച് താഴോട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ആയിട്ടാണ് ഞാൻ കുറച്ച് വഴുതനകൾ നട്ടിട്ടുണ്ട്. കുഞ്ഞു വഴുതന തൈകൾ കണ്ടോ, വഴുതന. പിന്നെ അവിടെ കുറച്ച് പച്ചമുളക് തൈയും കാന്താരി തൈയും ഉണ്ട് നിലവിൽ. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ കുറച്ച് വഴുതന നട്ടു. എന്ത് വഴുതനയാണെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം 2 ടൈപ്പ് വഴുതന തൈ വിത്തിട്ടിട്ടാണ് ഞാൻ മുളപ്പിച്ചത്. അപ്പോൾ അതെനിക്ക് മാറിയിട്ടുണ്ട്. നീലയും നട്ടു, പച്ചയും നട്ടു. പിന്നെ ഉണ്ടായി വരുമ്പോൾ എന്താകുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ഇവിടെയും ഞാനൊരു ബെഡിൽ ഹെസൂർ ബീൻസ് കുറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കിളിർത്ത് വന്നൊക്കെ നിന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എനിക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ എനിക്കിങ്ങനെ നട്ട് വളർത്തുക, അതിനെ പരിചരിക്കുക, അതായിരിക്കും എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. നടുന്നതൊക്കെ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇത് വളർന്നു വന്ന് കായിട്ട് വരുന്നൊരു കണ്ടീഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, വിളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സൈഡിലും കുറച്ച് ഹെസൂർ ബീൻസ് 2-3 വിത്ത് ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ മുഴുവനും ഞാൻ വഴുതനയാണ് നട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ,
മുഴുവനും ബെഡ് മുഴുവനായിട്ട് വഴുതന തന്നെ നട്ട് കൊടുത്തു. പിന്നെ ഈ ബെഡിൽ ഞാൻ ഓൾമോസ്റ്റ് ചാണകപ്പൊടി, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, കോഴിവളം അങ്ങനെ എല്ലാം ഇട്ടൊന്ന് ഇളക്കിയിട്ടിരുന്നതാണ്. കുറേ നാളായിട്ട് ഞാൻ നടണമെന്നുള്ളൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ കുമ്മായപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം മണ്ണ് സെറ്റാക്കി ഒരുക്കി, പിന്നെ ചാണകപ്പൊടിയും കോഴിവളവും എല്ലാം കൂടി ഇട്ട് മണ്ണൊന്ന് ഒരുക്കി ഇട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഞാനത് നടാനായിട്ട് പറ്റി. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നനച്ച് കൊടുത്തു, മണ്ണ് നനച്ച് കൊടുത്തതിന് ശേഷം പതുക്കെയാണ് സംഭവങ്ങളെല്ലാം അതിലേക്ക് നട്ടത്. അതായത് ഇപ്പോൾ രാവിലെ ഭയങ്കര സന്തോഷമുണ്ട് അതിനെയൊക്കെ കാണുമ്പോഴും അതിൻ്റെ അടുത്തുകൂടെയൊക്കെ ഒന്ന് പോകുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമാണ്. ഇത് നമ്മുടെ വേലിച്ചീരയാണ്. വേലിച്ചീര കുറച്ച് നിൽപ്പുണ്ട്. ചക്കക്കുരു ഒക്കെ ഇട്ട് തോരൻ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് വേലിച്ചീര. ഒരുപാടില്ല, എന്നാൽ അത്യാവശ്യം 3-4 ചോട് അതുണ്ട്. തന്നെയും തോരൻ വയ്ക്കാൻ നല്ല കേട്ടോ. പക്ഷേ ചക്കക്കുരു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലാണ്. പിന്നെ ഇതാ നമ്മുടെ റെഡ് ലേഡി പപ്പായ അങ്ങനെ കായ്ച്ചിട്ടൊന്നുമില്ല, ചെറുതാണ് റെഡ് ലേഡി. മറ്റേ പപ്പായ നിറച്ച് കായുണ്ട്, നല്ല നീളമുള്ള ടൈപ്പ് പപ്പങ്ങയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കൃഷികൾ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ മനസ്സിന് തന്നെ അതിയായ സന്തോഷം ഉണ്ട്. അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ എന്തായാലും